പപ്പയുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരണേ. പപ്പയ്ക്ക് സിനിമ ചെയ്യാൻ നല്ലൊരു കഥ ലഭിക്കണേ. മർഡോണയ്ക്ക് നല്ല ബുദ്ധി തോന്നി മടങ്ങി വരണേ. പൈസയൊക്കെ തീരാറായി. എന്നോട് ആരെങ്കിലും പറഞ്ഞോ ലാവിഷാവാൻ? എനിക്ക് ടെൻഷനൊന്നുമില്ല. ഏഞ്ചൽ ഉണ്ടല്ലോ കൂടെ. ഇതാര് കുടിച്ചു? അതവിടെ ഇരുന്ന് മെൽറ്റ് ആകുന്ന കണ്ട് ഞാൻ എടുത്ത് കുടിച്ചു. ബില്ല് അവിടെ ഇരിപ്പുണ്ട്. കോൺസെൻട്രേഷൻ കളഞ്ഞു. ഓ, ഈ പിശാചിന് വേറെ പണിയൊന്നുമില്ലേ? പിശാചലടാ, ഏഞ്ചൽ. ഓ സോഫി, എപ്പ കണ്ടാലും കരകര വർത്താനം ഉപദേശിച്ചു. നീ ഫോൺ അറ്റൻഡ് ചെയ്യ്. ഏഞ്ചൽ ചെയ്യടാ. ഹലോ മർഡോണ, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. എന്താ കാര്യം? മാസപ്പലിശ 80,000 നൽകിയ 1 മാസത്തെ സാവകാശം തരാന്നും പറഞ്ഞ ബ്ലേഡ് രാജൻ പോയത്. നീ വിഷമിക്കണ്ട. തൽക്കാലം ഇതൊക്കെ വെച്ചാ പലിശ കൊടുക്കാനുള്ള പൈസ കിട്ടും. കുഴപ്പമില്ലടാ, മമ്മിയോട് ഞാൻ പറഞ്ഞോളാം. മേരി ആന്റി വല്ലാത്ത ടെൻഷനില്ല, അതുകൊണ്ടാ. വേണ്ട സോഫി, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവന്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ സോൾവ് ചെയ്തോളാം. ഓ സോറി, എന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇവന്റെ സുഹൃത്താണ് ജോൺ, ഏഞ്ചൽ ജോൺ. സോഫിയുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഇവൻ എപ്പോഴും പറയാറുണ്ട്. എന്തായി പപ്പയുടെ ഫിലിം പ്രോജക്റ്റ് ഒക്കെ? അത് നല്ലൊരു കഥ അന്വേഷിച്ച് നടക്കുക പപ്പ. പക്ഷേ ഇതുവരെ എൻ്റെ അടുത്തൊരു കഥയുണ്ട്. സിനിമയ്ക്ക് പറ്റുമോന്ന് അറിയില്ല, ഇവൻ പറഞ്ഞു തന്നാ. കഥ ഇതാണ്. ഒരു പയ്യൻ ഏകദേശം ഈ മറഡോണയെ പോലെ തലതെറിച്ച ഒരുത്തൻ. ഇവനെ കൊണ്ട് അവനെ കൊണ്ട് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പൊറുതിമുട്ടി. അങ്ങനെ ഇരിക്കും ഒരു നാൾ ദൈവവിധിയെ തെറി പറഞ്ഞുകൊണ്ട് അവൻ ആത്മഹത്യക്കൊരുങ്ങി. അവിടെ പ്രത്യക്ഷപ്പെട്ട ഒരു മാലാഹ അത് തടഞ്ഞു. ആ മാലാഹ അവന് 2 വഴികൾ കാട്ടിക്കൊടുത്തു. ഒന്ന്, ദൈവവിധി അനുസരിച്ച് ദീർഘായുസുള്ള ഒരു ജീവിതം. 2, സ്വന്തം വിധി സ്വയം തീരുമാനിച്ചുകൊണ്ട് സകലവിധ സുഖങ്ങളോട് കൂടിയുള്ളൊരു ജീവിതം. രണ്ടാമത്തേതാണ് തിരഞ്ഞെടുക്കുന്നെങ്കിൽ ആയുസ് 3-1 കുറയും. ആ മണ്ടൻ രണ്ടാമത്തേതാണ് തിരഞ്ഞെടുത്തത്. പറഞ്ഞ കാലാവധി തീർന്നപ്പോ ആ മാലാഹ അവനെയും കൊണ്ട് അങ്ങനെ അങ്ങ് പോകുന്നു. എങ്ങനെയുണ്ട് കഥ? ശരിക്കും നന്നായിട്ടുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റ് നല്ല ആരെങ്കിലും എഴുതണം. സോഫിക്ക് എഴുതിക്കൂടെ? ഞാനോ? സിനിമയുടെ സ്ക്രിപ്റ്റോ? കഴിയും, സോഫിക്ക് കഴിയും. സോഫി എഴുതണം. പപ്പയും മമ്മയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീരണ്ടേ? പൊയ്ക്കൊള്ളൂ. ദൈവത്തിനേറെ പ്രിയപ്പെട്ടവളാണവൾ. അറിയോ, ദിവസം അവളുടെ പ്രാർത്ഥനയിൽ നിനക്ക് വേണ്ടിയും ആ പാവം പ്രാർത്ഥിക്കുന്നുണ്ട്. ഏഞ്ചൽ, എന്റെ വീടിന്റെ ആധാരം? നിനക്കെന്തിനാണ് ആധാരം? നിന്നെ പുറത്താക്കിയ വീടല്ലേ, അതങ്ങ് പോട്ടെ എന്ന് വിചാരിക്കേ. അല്ല ഏഞ്ചൽ, ആധാരം എനിക്ക് തിരികെ വേണം. അത് വീട്ടിലെത്തിച്ചാൽ മാത്രമേ എനിക്ക് സമാധാനാവൂ. പ്ലീസ്. Yes. Come in. ആരാ? എന്താ?
ഏതാധാരണവ് പുറത്തേക്ക് ഇറങ്ങി പോയത്? ദൈവമേ, മറഡോണയുടേതാ. നമസ്കാരം. ആ, നമസ്കാരം നമസ്കാരം. ഇരിക്കി. ഇതെന്റെ അമ്മാവനാ, ജോൺ. ഏഞ്ചൽ ജോൺ. കാശ്മീരിലായിരുന്നു. കഴിഞ്ഞ കാർഗിൽ വാറിൽ ഇന്ത്യയെ നയിച്ചത് അങ്കിളായിരുന്നു. താങ്ക് യു. 10,80,000 രൂപയുണ്ട്, ഒരു മാസത്തെ പലിശ ഉൾപ്പെടെ. ഡോക്യുമെന്റ്സ് കിതർ ഹേ? എന്തോ? ആധാരം എവിടെയെന്ന്? വിശ്വസിക്കുമെന്നറിയില്ല, ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കായിരുന്നു. അതിപ്പോഴും താൻ അങ്ങനെ തന്നെ ഇരിക്കുകയല്ലേ? അതല്ല സാർ, കുറച്ച് നേരത്തെ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ ഈ താക്കോലിങ്ങനെ പറന്ന് എന്ന് അലമാര തുറന്നു. ഉടനെ മറഡോണയുടെ ആധാരം അടങ്ങിയ കവർ സ്വയം പുറത്തേക്ക് ഇറങ്ങി ഒറ്റപ്പോക്ക്. എന്ത്? പുറത്തേക്ക് ഇറങ്ങിപ്പോയെന്നോ? അപ്പൊ ആധാരം നഷ്ടമായി? അല്ല എന്ന് ഉറപ്പിക്കരുത്. സ്വയം ഇവിടുന്ന് ഇറങ്ങിപ്പോയത് കൊണ്ട് ഏത് സമയത്ത് തിരിച്ചു വരാം. ഈ ആധാരങ്ങളുടെ ഒക്കെ ഒരു കാര്യം. ഞാൻ സത്യം പറഞ്ഞത്, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ പാവോ. പലിശക്കാരൻ പിശാചിന്റെ കൂട്ടുകാരനാണെന്ന് അറിയില്ലേ നിനക്ക്? അറിയില്ല? അല്ല, അറിയില്ലായിരുന്നു. ഇപ്പൊ മനസ്സിലായി. അപ്പൊ കാര്യങ്ങൾ എങ്ങനെയാ? ഇനി ഇവന്റെ ഈ പൈസ വേണോ? അതെനിക്ക് കിട്ടിയാൽ ഉപകാരമായിരുന്നു. അയ്യോ, വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് എന്റെ ജീവൻ മാത്രം മതി. ഓക്കെ, വാ പോകാം. ജയ് ഹിന്ദ്. നിന്റെ ഒരു വരം കൂടെ കഴിഞ്ഞിരിക്കുന്നു. ഇത് വീട്ടിൽ കൊടുത്തിട്ട് വാ. പിന്നെ ഒരു 3 മണിക്കൂർ നേരത്തേക്ക് എന്നെ വിളിക്കരുത്. എന്തേ? ഒരു പുതിയ തമിഴ് പടം റിലീസായിട്ടുണ്ട്, പോയി കാണണം. ബൈ. ഏഞ്ചൽ ആരുടെ സിനിമയാ? கூட்டி கழிச்சு பாரு, கணக்கு கரெக்டா இருக்கும். என்ன உடம்பு உதறது இல்ல? இது எப்படி இருக்கு? ഏയ് മറഡോണ, ചന്ദ്രേട്ടാ, നിന്റെ മൊബൈലിൽ എന്ത് പറ്റി? വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിരുന്നു. അപ്പോഴാ അറിഞ്ഞ നീ ഗോവയിൽ ആ ബാഗ് കിട്ടാത്തതുകൊണ്ട് പോലീസിന് എനിക്കെതിരെ കേസെടുക്കാനായില്ല. പക്ഷെ നല്ല തല്ല് കിട്ടി. ഇതെന്താ? ഞാൻ ആധാരമൊക്കെ തിരിച്ചെടുത്തു. ഒരു ഫ്രണ്ട് സഹായിച്ചതാ. നീ ആ കമ്പ്യൂട്ടർ ലോൺ കൂടി എത്രയും പെട്ടെന്ന് അടയ്ക്കണം, ഇല്ലെങ്കിൽ ആകെ കുഴയും. എന്റെ സ്ഥിതി ഇപ്പൊ വളരെ മോശം. ഇല്ലെങ്കിൽ ഞാൻ തന്നെ 10,000 ഉണ്ട്. കുറച്ച് മുമ്പായിരുന്നെങ്കിൽ ഞാൻ മുഴുവൻ തന്നേനെ. താങ്ക് യുടാ സാറേ, ഒന്ന് വേഗാവട്ടെ. വരുന്നു. വരട്ടെ മറഡോണ. ഒന്ന് ഒളിഞ്ഞു നോക്കിയെന്ന് വിചാരിച്ച് കഫയൊന്നും അടിച്ചു പൊളിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. നിന്നെ കിട്ടും ഞാൻ. എന്റെ ആധാരം. നിന്റെ ആധാരമാണല്ലേ ഇത്? എന്റെ കയ്യിലിരിക്കട്ടെ. എടാ, എന്റെ ആധാരം തരാം. നീ ആദ്യം എന്റെ ബൈക്കിൽ എയർ അടിച്ചിട്ട് കൊണ്ടെത്തിക്കടാ. അതിനുശേഷം ആധാരത്തെ പറ്റി ചിന്തിക്കാം. പോടാ. ഏഞ്ചൽ, ഏഞ്ചൽ, ഏഞ്ചൽ. ഫൈറ്റ് ഇതോടുകൂടി തീർന്നു. ഇനി ആഗ്രഹമായിട്ട് ഫൈറ്റ് വെക്കരുത്, പറഞ്ഞേക്കാം, കിട്ടില്ല.
താനാരാ? ജോൺ, ഏഞ്ചൽ ജോൺ. അടിയടാ അവനെ. ഒരു രസം.